നമ്മളിന്ന് വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ കോളേജിൻ്റെ പരിസരമാവേ. ഇതാണ് നയനാജയർ, ഇതാണ് നന്ദന. നമ്മളെ റോട്ടിൽ വണ്ടിയെല്ലാം പോവാവേ. റോട്ടിൻ്റെ പുറത്തേ കൂടിയിട്ട് വന്ന മതിലിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹോസ്റ്റൽ കാണും. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. നമ്മളെ ബെല്ലുമ്മ പാസ്സായി ഗൈസ്. ഇതാണ് നമ്മളെ ജയിലത്തെ അധികൃതരുടെ വീട്. അങ്ങോട്ട് അധികൃതരുടെ വീടല്ല ഗൈസ്, അത് കോട്ടേഴ്സ്. ഇത് വേറെ ആരെയോ വലിയൊരു കുടുംബക്കാരുടെ വീട്. നമ്മളെ ചെങ്ങായിമാർ നടക്കുന്ന സ്ലോ മോഷനിൽ എടുക്കാൻ ചെല്ലിന്. അങ്ങനെ ചെല്ലുന്നേ നടക്കുന്നേ പിള്ളേർ. ഇതൊരു ചേച്ചി അതാ വൈകിരെ ബേക്കില് കത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ആരും വലിയ മുതലാളിമാരുടെ വീട്. കണ്ടോ ചിങ്ങൻ ഇട്ടാലും നമുക്ക് ഏതൊരു പൊട്ടനില്ല ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വരുന്നുണ്ട്. വേറൊരു വൈയിലെ വരുമ്പോ ഇത് നമ്മളെ ജയിലുകാരെ അധികൃതരുടെ വീട്. ഇതിലെ കൂടിയിട്ട് വണ്ടിയെല്ലാം പാസ്സാകുന്നുണ്ടാവേ. നമ്മളെ കാസർഗോഡ് ചക്ക സീസണ് ഒരു ഏപ്രിൽ മെയ് ആകുമ്പോൾ വീടെല്ലാം നോക്കിയത് ഇപ്പോഴേ ചക്ക പിടിക്കാൻ തുടങ്ങി. ചക്ക നാളത്തേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി പറയാം. യാവണിനെ കണ്ണുകൊണ്ടിട്ട് ആ ചക്ക വീണ് പോവോ ഇല്ലയോ നമുക്കറിയാം കേട്ടാ. നോക്കോളെ കണ്ണ് അത്രയും വലിയ കണ്ണാണ്. വലിയ ചക്ക മിടി ഗായ്സ്. ആ ചക്ക നാളത്തേക്ക് ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാരും പ്രേ ചെയ്യുക ആ ചക്കക്ക് വേണ്ടിട്ട്. ഇതിലേ കൂടി നേരെ പോയാൽ നമ്മളെ സാറിന്റെ വീട്ടിലേക്ക് എത്തും. നേരെ പോയാലല്ല, ഇവിടുന്ന് റൈറ്റ് പോകണം ഗായ്സ്. അതിലേ കൂടി ഒരു അതിഥി വരുന്നുണ്ട്, ഏതോ ഒരു നായിൻ്റെ പട്ടിങ്ങ. അതായത് ഞങ്ങൾ കണ്ടപ്പോൾ അത് അവിടെ തന്നെ സ്റ്റാൻഡായി നിൽക്കുകയാണ് ഗൈസ്. മൂത്രയിക്കണോ വേണ്ടിയോ എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത്. അല്ല നായിൻ്റെ മോനെ ഇങ്ങോട്ട് വാ. എന്താ എത്തി നോക്കുന്നത് ചക്ക? ദാവണിയെ കൂട്ടിക്കോ. ആവണി കല്യാണപ്പായി വരുന്നില്ല. വെട്ടിക്കോ. ഹലോ ഗൈസ് എന്ന് പറഞ്ഞേ. അത് പെണ്ണുറാ. ഹലോ ഗൈസ് പറ ഗൈസ്. എനിക്ക് എപ്പോഴും നടന്നിട്ട് വീട് ഭയങ്കര ഇഷ്ടം. പ്രകൃതി രമണീയമായ വീട്. ഇവരെന്നെ കുറ്റം പറയുന്ന ഗൈസ് എൻ്റെ കരിനാക്ക് പറഞ്ഞിട്ട്. ഇവള് എന്ത് നോക്കിയിട്ടാ നല്ലതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് പോകും. ഇങ്ങനത്തെ വീടെല്ലാം കാണാനുണ്ട് ഗൈസ്. പണ്ടത്തെ തറവാട് വീട് പോലത്തെ ഇല്ലം വീട്. ട്രെൻഡിങ് റീൽസ് കണ്ടാലോ? എങ്ങനെയുണ്ട് ഗൈസ്? ഏതൊരു ഹിന്ദിക്കാർ നമ്മളോട് വഴി ചോദിക്കുകയാണ്. പുതിയ തെരുവ് പോകണമല്ലോ. അപ്പം നമ്മ പറഞ്ഞ് നമ്മ കാണിക്കാം. അവരൊക്കെ പോയി നമുക്ക് പിന്തുടർന്നാലോ? അതെ, നമ്മളിവരെ ഫോളോ ചെയ്ത് പോവാണ് ഗൈസ്. ചേട്ടന്മാരെ നമുക്ക് വീട്ടിൽ കൂട്ടിയാലോ? ഇപ്പുറത്തെ ബ്ലൂ ഷർട്ട് ഏതോ പെണ്ണിനെ വിളിച്ച് ചൊല്ലുന്നുണ്ട്. ആ സൊള്ളുന്നതന്നെ ചൊല്ലുന്നുണ്ട്. ഇവരെ കണ്ടപ്പോൾ നമുക്കൊരു ഡാൻസ് ഓർമ്മ വന്നു. അല്ല ആവണിക്ക് അറിയാം. എടുക്കണ്ട എടുത്തു. ഇതാണ് എല്ലാം ഒരേ വൈബായാലും ഏത് മൂടുണ്ടാവും. പൊളിമുടി. ഏതൊരു വണ്ടി അടിച്ചു വിടുകയാണ് ഗായ്സ്. വേണ്ട ഓൻ്റെ 16 അടിയന്തരത്തിന് പോകുന്നതെന്ന് തോന്നുന്നു. ഇതിലെ കൂടിയാണ് ഞങ്ങളുടെ സാറിൻ്റെ വീട്. ഇതിൽ രണ്ടാമത്തെ വീടാണ് നമ്മുടെ സാറിൻ്റെ വീട്. ലെഫ്റ്റിൻ്റെ രണ്ടാമത്തെ വീടാണ് ഗൈസ്. പോയാൽ നല്ല ചായയും കിടിലം സാധനമെല്ലാം കിട്ടും. ഇത് വേറെ കാര്യം. കണ്ടോ ഗൈസ് നമ്മുടെ അമ്പിളിമ. എണേ അത് കാണുന്നില്ലണേ. കണ്ടോ ഗൈസ് അമ്പിളിമാമൻ പോയി ഗൈസ്. ഗൈസ് അമ്പിളിമാമനെ കണ്ടോ ഗൈസ്. ആരോ ഉച്ചവെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് നമ്മളെ കണ്ണാടി. ഇവളെപ്പോഴും കയ്യിൽ പൂവെല്ലാം പിടിച്ചിട്ട് പൂക്കിയാവുകയാണ് ഗൈസ്. ഗൈസ് കണ്ട ഗൈസ് അപ്പോഴേ ബേക്കാണ്. ഗൈസ് കണ്ടോ? അടക്ക അടക്ക അടക്ക. വേറെ കുറച്ച് ചേട്ടന്മാർ വരുന്നുണ്ട്.
അവരെയൊന്നും എടുക്കല. ഞങ്ങളെ നാട്ടിലത്തെ നമ്മളെ നാട്ടിലത്തെ വലിയ ടവർ ഗൈസ്. ഇതാണ് നമ്മളെ കോളേജിൻ്റെ ഓപ്പോസിറ്റിലെ സ്കൂള്. ഈ റോഡിൽ നേരെ പോയാൽ നമ്മുടെ സെൻട്രൽ ജയിലിലേക്ക് എത്തും. കണ്ണൂർ സെൻട്രൽ ജയിൽ. ഇന്ന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ല. 6:00 ഹോസ്റ്റലിൽ കയറണം. അതുകൊണ്ട് സമയപരിമിതി കാരണം നമ്മൾ പോകുന്നില്ല. നമ്മുടെ ചിങ്കുട്ടി നടക്കുകയാണ് ഗൈസ്. 3 സൈഡായിട്ട് നടക്കുന്നുണ്ട്.